അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മഹനീയമായ പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം എന്നുണർത്തുകയാണ്. ഇനിയതാ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് എത്ര വലിയ ഗൗരവത്തോടു കൂടിയാണ് സുഹൃത്തുക്കളെ ഈ സമയത്തിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയം വരെയുള്ള സമയം വല്ലാത്തൊരു സമയമാണ് സുഹൃത്തുക്കളെ. അതിന് മഹത്വം, ആ അവസരത്തിൽ പള്ളിയിലിരിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. ഇനി പള്ളിയിലിരിക്കില്ല, പൊരയിൽ വരേണ്ടി വന്നോ, നാ പൊരയിലിരുന്നിട്ടും ചൊല്ലാം. എന്നാലും എന്ത് ചെയ്യരുത്, വളരെ അനിവാര്യമായ സന്ദർഭങ്ങളിലല്ലാതെ ആ സമയം ഉറങ്ങാൻ വിടരുത്. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഒന്ന് ക്ഷമിച്ച് പള്ളിയിലോ വീട്ടിലോ കഴിച്ചു കൂട്ടുക. വെറുതെ കഴിച്ചു കൂട്ടില്ല. എന്നാ പിന്നെ തിരക്കില്ല. സമയത്തിന്റെ ബർക്കത്ത് കിട്ടാൻ എല്ലാ ചപ്പുചവറുള്ള പത്രം നോക്കാം, ഒന്ന് പത്രം വായിക്കാം, അല്ലെങ്കിൽ ഒന്ന് റേഡിയോ കേൾക്കാം, അല്ലെങ്കിൽ ഒന്ന് TV കാണാം. ബർക്കത്തുള്ള നേരത്തെ ഇങ്ങനെ കാണുക. അങ്ങനെയാണോ? അല്ല. ആ സമയം നമ്മൾ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. ദിക്ർ ചൊല്ലാനും കഴിഞ്ഞാൽ, തസ്ബീഹ് ചൊല്ലാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ വാഴ്ത്താൻ കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഭാഗ്യമായിട്ടാ സഹാബിമാര് കണ്ടത്. നോക്കൂ നിങ്ങളൊരു സംഭവം, ഞാൻ ഈ വായിക്കുന്ന സംഭവം ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ അബൂ വാഇൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. സ്വഹാബിയായ അബൂ വാഇൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഗദൗനാ അലാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യൗമാ ബഅദമാ സല്ലൈനൽ ഗദാത്ത്. ഞങ്ങൾ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെന്നു. എപ്പോ? സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയതാ. ഉദ്ദേശം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് വരെ ഒന്ന് പോകണം. ഫസല്ലംനാ ബിൽ ബാബ്. അങ്ങനെ ഞങ്ങൾ വാതിൽക്കലെത്തി. അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞു. ഫഉദിന ലനാ, ഞങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടു, വരാൻ പറഞ്ഞു. ഖാല, എന്നിട്ട് ഈ സ്വഹാബി പറയണം, ഫമക്കസ്നാ ബിൽ ബാബി ഹുനയ്യ. ഞങ്ങൾ കുറച്ചു നേരം ആ വാതിൽക്കൽ ഒന്നിങ്ങനെ പ്രവേശിക്കാതെ ഒന്നും മാറി നിന്നു. പെട്ടെന്നാണ് കേറിയില്ല. അങ്ങനെ ഫഖറജത്തിൽ ജാരിയ, വീട്ടിന്റെ അകത്ത് നിന്നൊരു പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, പുറത്തു വന്നിട്ട് ചോദിച്ചു, അലാ തദ്ഖുലൂൻ, എന്താ വീട്ടിലേക്ക് കയറാത്തത്? ഫദഖൽനാ, അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫൈദാ ഹുവ ജാലിസുൻ യുസബ്ബിഹു, പോളതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പടച്ചോനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വീട്ടിൽ തസ്ബീഹ് ചൊല്ലിയിരിക്കുകയാണ്. ഫഖാല, അദ്ദേഹം ചോദിച്ചു, മാ മനഅകും അൻ തദ്ഖുലൂ വഖദ് ഉദിന ലക്കും. സലാം പറഞ്ഞപ്പോ നിങ്ങളോട് വീട്ടിലേക്ക് കയറാൻ അനുവാദം തന്നിട്ടും എന്തേ നിങ്ങൾ കയറാതെ കുറച്ചു നേരം അവിടെ നിന്നത്? ഞങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, ഞങ്ങൾ വിചാരിച്ചു ഇല്ല അന്നാ വനന്നാ അന്ന ബഅദ അഹ്ലിൽ ബൈത്തി നായിം. നിങ്ങളെ വീട്ടിലെ ചിലപ്പോ കുടുംബത്തിലെ ഏതെങ്കിലും മെമ്പർമാർ ഉറങ്ങുന്നുണ്ടാവും, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാറി നിന്ന് ഉറങ്ങായിരിക്കും എന്ന് വിചാരിച്ചു പോയി. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, അലനന്തും ബിആലി ഇബ്നി ഉമ്മി അബ്ദിൻ ഗഫ്ല, നിങ്ങള് ഉമ്മു അബ്ദിന്റെ മോന്റെ കുടുംബത്തെ സംബന്ധിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ശ്രദ്ധല്ലാതെ കടന്നുറങ്ങണവരാന്ന് വിചാരിച്ചു പോയോ? അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, സുമ്മ അഖ്ബല യുസബ്ബിഹു, ഇതങ്ങനെ ഉറങ്ങേണ്ട നേരമല്ല കൂട്ടുകാരെ. സുമ്മ അഖ്ബല, എന്നിട്ട് അദ്ദേഹം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. കായിദാ വന്നാ അന്ന ശംസ ഖദ് ത്വലഅത്, സൂര്യൻ ഉദിച്ചു എന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് ഊഹം തോന്നിയപ്പോ, സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും എന്ന് അദ്ദേഹത്തിന് ഉദിച്ചോ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അദ്ദേഹം വീട്ടിലെ പെൺകുട്ടിയോട് പറയുന്നു, ഉന്തുരീഹൽ ത്വലഅത്, ഒന്ന് പുറത്തിറങ്ങി നോക്ക്. ഒന്ന് വാച്ചില്ലല്ലോ, എപ്പോഴാ ഉദയം എന്ന് നോക്കിയിട്ട് വാച്ചിൽ നോക്കിയിട്ട് കണക്കൂട്ടാനേ, ഉദയം കണക്കാക്കാൻ നേരല്ല, പുറത്തിറങ്ങി നോക്കണം സൂര്യനെ കാണാണ്ടോ. ആ പെൺകുട്ടി പുറത്തു പോയിട്ട് അറിവില്ല, സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മഹാനവറുകൾ ഫഅഖ്ബല യുസബ്ബിഹ്, പിന്നെയും തസ്ബീഹ് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ രണ്ടാമതും പറഞ്ഞു പെൺകുട്ടിയോട്, പോയി നോക്കാൻ, സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ? പോയി നോക്കി, സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സൂര്യോദയം വരെ അവർക്ക് തസ്ബീഹ് ചൊല്ലാൻ അവസരം കിട്ടിയതിൽ അവര് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ദാ ഇന്നത്തെ ദിവസം എനിക്ക് മഹാഭാഗ്യം നൽകിയ എന്റെ നാഥൻ, അവൻ എത്ര പരിശുദ്ധനാണ്, അവനെ ഞാൻ സർവസ്തുതിയും അർപ്പിക്കുന്നു. വലം യുഹ്ലിക്നാ ബിദുനൂബിനാ, ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് പടച്ചോ നമ്മളെ ശിക്ഷിച്ചിട്ടില്ലല്ലോ. ഇന്നത്തെ പ്രഭാതമിതാ സന്തോഷത്തോടുകൂടെ കടന്നുപോയല്ലോ എന്നോർത്തുകൊണ്ട് സന്തോഷം പറഞ്ഞ അൽഹംദുലില്ലാ പറഞ്ഞ നമ്മുടെ മുൻഗാമികൾ. എന്തിനെ കുറിച്ചായി അൽഹംദുലില്ലാ പറഞ്ഞ്? ഓന്റെ പടച്ചോനെ കിട്ടിപ്പോയി, എനിക്കിന്ന് രാവിലെ തന്നെ നല്ലൊരു കോള് എന്നാ പറഞ്ഞത്. എന്തേ കിട്ടിയത്?
ഉറങ്ങാൻ തോന്നാതെ അള്ളാഹുവിന് ദിക്റ് ചൊല്ലിക്കൊണ്ട് കഴിച്ചുകൂട്ടാൻ ഭാഗ്യം ലഭിച്ചു. പടച്ചതമ്പുരാൻ പറഞ്ഞ ബർക്കത്തുള്ള നേരം ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചല്ലോ എന്നതിൽ സന്തോഷം കൊള്ളുന്ന നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും. നോക്കണം, അവർക്കൊക്കെ റസൂലുള്ള ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അത് പുണ്യാന്ന് മനസ്സിലാക്കിയ പിന്നെ അത് കിട്ടാതിരുന്നാലുള്ള ഒരു സങ്കടവും കിട്ടിയാലുള്ള ഒരു സന്തോഷം നമുക്ക് ആർക്കെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടോ? ഭൗതിക ലോകത്ത് നമ്മൾ എത്ര അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്, എത്ര അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട് ദുനിയാവ് കിട്ടുമ്പോ. ആഖിറത്തിന്റെ ഒരു കാര്യവും പടച്ചോൻ എന്ന് എനിക്ക് സുബഹി നിസ്കരിക്കാൻ പറ്റി ജമാഅത്തായിട്ട് അൽഹംദുലില്ലാ എത്ര ആൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് മാനസികമായി സങ്കടപ്പെടാൻ എത്ര പേർക്ക് ഈമാൻ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ? അവിടെയാണ് നമ്മുടെ മുൻഗാമികളുടെ ഭക്തി. അവര് പറയൽ മാത്രല്ല, അവരുടെ അമലിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തിന്റെ ബർക്കത്ത് മുൻഗാമികളായ സ്വഹാബാ കിറാം ആ സമയം ബർക്കത്തുള്ള നേരമായിട്ടാണ് കണ്ടത്. സൂര്യോദയം വരെ കഴിയുന്നതും ഉറങ്ങാതിരിക്കുക. പിന്നെ ചില പ്രത്യേക സാഹചര്യമുള്ളവർക്ക് ഉറങ്ങേണ്ടി വരും. കാരണം ഇപ്പൊ രാത്രി നേരം പുലരുകളൊക്കെ അല്ലെങ്കിൽ വളരെ വൈകി ഉറങ്ങി. എന്തേ ഉറങ്ങാൻ കാരണം? എന്നാ വൈകി ഉറങ്ങി കിട്ടിപ്പോയി ചാൻസ് നമുക്കൊഴിവുണ്ട് എന്നാരും വിചാരിക്കണ്ട. എന്തേ വൈകി ഉറങ്ങാൻ കാരണം? വൈകി ഉറങ്ങുന്ന പരിപാടി ഇസ്ലാമിലില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഒക്കെ പരിപാടി എന്താണ്? ഇശാ കഴിഞ്ഞ് അശാ കഴിഞ്ഞ പിന്നെ വേഗം കിടക്കും. ഇശാസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് പലപ്പോഴും ആശ കഴിഞ്ഞിട്ടുണ്ടോ? ആശാ എന്ന് പറഞ്ഞാൽ ആ നേരത്തുള്ള ഭക്ഷണമാണ്, അത് നേരത്തെ കഴിയും. ഇശാസ്കാരം കഴിയാ പിന്നെ വേഗം ഉറങ്ങുകയാണ്. പിന്നെ അവര് നേരത്തെ എഴുന്നേൽക്കാണ് രാത്രി നമസ്കാരത്തിന് വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇങ്ങനെ ഇശാസ്കാരവും കഴിച്ചിട്ട് ബടായി പറഞ്ഞിരിക്കണീനെ വളരെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. പാടില്ല എന്നാണ്, പാടില്ല. ഇസ്ലാമിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങളുമായിട്ടേ ഓർ കളിക്കുകയാണെങ്കിൽ തന്നെ ഓർക്കൊഴിക്കാൻ പറ്റുള്ളൂ. കൂടാതെ കഴിയൂലെങ്കിൽ നമ്മൾ ഓർക്കൊഴിക്കണതൊക്കെ എന്തിനാ? ജോലിയും കഴിഞ്ഞ് വന്ന് രാത്രി നൈറ്റ് എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് തളർന്ന് വന്നാല് ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് വരും എന്ന് പറഞ്ഞാൽ വല്ലാത്ത ക്ഷീണുണ്ട്, ഇപ്പൊ എനിക്കാൻ വരാൻ വയ്യ. എന്നാലും അവൻ പോണത് എങ്ങട്ടാ? ടിവിയുടെ മുമ്പിൽക്കാ. അവിടെ ക്ഷീണമൊന്നുമില്ല. എല്ലാ ഇടപാടുകളും പിന്നെ തുടങ്ങി. ഇങ്ങനെയൊക്കെയല്ലേ ഒന്ന് സന്തോഷിക്കാൻ കഴിയുള്ളൂ. വരുമ്പോ ഷോപ്പിൽ നിന്ന് വാടകയ്ക്ക് ഒരു കാസറ്റ് കയ്യിൽ, CD പോക്കറ്റില് ആയിട്ടുങ്ങാണ്ട് കാണാൻ നേരം പുലരും. എന്നിട്ട് വൈകിട്ടാ ഞാൻ ഉറങ്ങിയത്. എന്താ ചെയ്യാ? സുബഹിക്ക് നീക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വൈകി ഉറക്കലല്ല ഈ പറയുന്നത്. അനിവാര്യമായ കാരണങ്ങൾ ഉണ്ടായിട്ട് വൈകി ഉറങ്ങുമ്പോ അത്തരം സന്ദർഭങ്ങളിൽ ഒരു സുഹൃത്തിന് ചിലപ്പോ സുബഹിസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് ഉറങ്ങേണ്ടി വരും. അത് അനിവാര്യ സാഹചര്യമാണ്. അതല്ലാത്ത അവസരങ്ങളിൽ സമയമുണ്ടോ? ആ സമയത്തിന്റെ ബർക്കത്തോർത്തുകൊണ്ട് ഖുർആൻ ഓതിക്കോ, ഹദീസ് വായിച്ചോ, മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കോ, നല്ല കാര്യങ്ങൾ ചെയ്തോ. ഏറ്റവും ബർക്കത്തുള്ള നേരമാണ്, ഉന്മേഷമുള്ള നേരമാണ്. വായിച്ചാലും പഠിച്ചാലും തലയിൽ കയറുന്ന അവസരമാണ്, തലയിൽ കയറുന്ന അവസരമാണ്. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവര് രാവേറെ നടന്ന് തളർന്നാലും അവർ പലപ്പോഴും ആ അവസരത്തിലുള്ള നടത്തം ഒന്ന് ബർക്കത്തിന് വേണ്ടി നടക്കുന്നതാണ്. എന്ത്? യുദ്ധത്തിനൊക്കെ പോകുമ്പോഴേ ആ സമയത്ത് നടന്നാലുള്ള കൂലി യുദ്ധത്തിന് വേണ്ടിയുള്ള നടത്താണ്, അതല്ല ശരീരത്തിന് വേണ്ടിയുള്ള നടത്തല്ല. ശരീരത്തിന് വേണ്ടിയും നടന്നോ എന്താ നല്ല സുഖല്ലേ? ഈ രാവിലെ നടക്കാൻ പോണ ആൾക്കാർ നോക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ എന്താ? പടിഞ്ഞാട്ട് തിരിഞ്ഞ് തള്ളിയിട്ടാ പോലും അവൻ പടിഞ്ഞാട്ട് വീഴൂല. അങ്ങനത്തെ മനുഷ്യന്മാര്. രാവിലെ നീക്കാൻ മടിയുണ്ടായിരുന്ന ആളുകൾ ഡോക്ടർ പറഞ്ഞു, അത് നേരത്തെ എഴുന്നേൽക്കണം, എന്നിട്ട് നിങ്ങൾ 1 മണിക്കൂർ നടക്കണം. നാട്ടിൽ ചെന്ന് നോക്കുമ്പോ ചില ചങ്ങായിമാരിങ്ങനെ പാന്റും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. പള്ളിയിൽ കോൻ തിരിഞ്ഞു നോക്കണില്ല. പക്ഷെ നേരത്തെ 5 മണിക്ക് എണീറ്റ് അവന്റെ മോർണിംഗ് വാക്ക് അവൻ നടക്കുകയാണ്. അള്ളാഹുവിനോട് പറഞ്ഞേടോ, നിന്റെ ആഖിറത്തിൽ നിന്റെ ഈ ശരീരം തീ കൊണ്ട് കരിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ എണീറ്റ് സുബഹിസ്കരിച്ചോ. അവനെ ചെവിക്കൊള്ളണില്ല, ഇപ്പോഴും കൊള്ളണില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞ് നിന്റെ ഈ ശരീരത്തിന്റെ ഷുഗറും അത് പ്രഷറൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം നടന്നോ. 5 8 കൊല്ലത്തെ സുഖജീവിതത്തിന് വേണ്ടിയിട്ട്. അത് പറഞ്ഞപ്പോ കേൾക്കാൻ എന്താ ആവേശ ആളുകൾക്ക്. ഇവിടെയാണ് തന്നെയല്ലേ, നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും, ചാടറാന്ന് പറഞ്ഞാൽ ചാടും, ചാടുരാമാന്ന് പറഞ്ഞാൽ ആടും, എന്തും ചെയ്യും. എന്തേ കാരണം? ഇവിടെ ബോഡി നിലനിർത്തണം. ഈ ബോഡിയുടെ ശാശ്വത സമാധാനത്തിന് വേണ്ടി പടച്ചതമ്പുരാൻ വിളിച്ച നേരത്തൊന്ന് എഴുന്നേൽക്കാനോ, തസ്ബീഹ് പറയാനോ, നാഥന്റെ മുമ്പിൽ നമിക്കാനോ, സുജൂദ് ചെയ്യാനോ ഇന്നും മഠയന്മാരായ ആളുകൾക്ക് സാധിക്കുന്നില്ല സുഹൃത്തുക്കളെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അത്തരത്തിലുള്ള വിഡ്ഢികളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവിടെ കിട്ടുന്ന അവസരമൊക്കെ ഉപയോഗപ്പെടുത്താൻ.
അപ്പൊ ആ സമയത്തിന്റെ മഹത്വം സ്വഹാബിമാര് വളരെയധികം, അത് റിസ്കിനെ ചോദിക്കാൻ പറ്റിയ നേരമാണ്, ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ള നേരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. റസൂലുള്ളാഹ് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ബാരിക് ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് ചൊരിയണേ, ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ. ഏതൊരു കാര്യത്തിനും നിങ്ങൾ രാവിലെ പുറപ്പെട്ടു നോക്കൂ, അത് ബർക്കത്തുണ്ടാവും. ഒരു ഓഫീസിലേക്ക് നേരത്തെ പുറപ്പെട്ടു നോക്കൂ, അത് ബർക്കത്തുണ്ടാകും. നേരെ മറിച്ച് കടന്നുറങ്ങി എല്ലാ മടിയും ആലസ്യത്തോടു കൂടിയോ അന്നത്തെ ദിവസം മുഴുവൻ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ ശൈത്താന്റെ 3 കെട്ടുകളിൽ നിന്ന് മോചിതനാവുകയാണ്. ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യന്റെ പെരടിയിൽ 3 കെട്ടിടുകയാണ് ശൈത്താൻ. ഉറങ്ങിക്കോ 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 എന്നാണ് ആ 3 കെട്ടിലും അവൻ അടിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെ ഉറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് ബാങ്ക് കേട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ അതാ പടച്ചതമ്പുരാനെ ഓർത്തുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ 1ാമത്തെ കെട്ട് പൊട്ടി. ഉളൂ ചെയ്യുമ്പോൾ 2ാമത്തെ കെട്ട് പൊട്ടി. നമസ്കരിക്കുന്നതോടുകൂടി 3ാമത്തെ കെട്ടും പൊട്ടി. അങ്ങനെ അസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, മനസ്സ് ശുദ്ധമായ അവസ്ഥയിൽ അവൻ പ്രഭാതത്തിലായി. നേരെ മറിച്ച് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, നമ്മളോട് ശൈത്താൻ പറയുകയാണ്, അല്ലൈലു തവീൽ അല്ലൈലു തവീദ് നം ഫർഖുദ്, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഇഞ്ഞീ സമയമുണ്ട്. അങ്ങനെ ഉറക്കിയിട്ട് സുബഹിയാണ് കളയും നമ്മൾ. എന്നിട്ട് സൂര്യനൊക്കെ ഉദിച്ച് നമ്മളെ നേരം പോലെ സൗകര്യം പോലെ ബാത്റൂമിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അർക്കാനും വേണ്ടി അല്ലാഹു അക്ബർ 2 കോഴിക്കൊത്തും കൊത്തി നിസ്കരിച്ചാൽ അവൻ നസ്ബഹ കസ്ലാന, അവൻ മടിയനായി മാറുന്നു. ഖബീസൻ നഫ്സ്, ദുഷിച്ച മനസ്സിന്റെ ഉടമയായിട്ടാണ് അന്നത്തെ അവന്റെ ദിവസം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ പറയുന്നത്. പടച്ചോൻ പറഞ്ഞിട്ട് പറഞ്ഞതാ. ഈ യന്ത്രത്തിന്റെ സൃഷ്ടാവായ അള്ള പറഞ്ഞതാ, എന്റെ സ്വഭാവമാണത്. അതുകൊണ്ട് നമ്മളെ മനസ്സ് വായിച്ച അള്ളയാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സിന് സമാധാനം വേണോ, സന്തോഷം വേണോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വഴിത്താരയിലേക്കാണ് മടങ്ങാൻ വേണ്ടത്. അല്ലാതെ ഒരു സമാധാനവും ഒരു കാസറ്റ് കൊണ്ടും നിങ്ങൾക്കൊരു സമാധാനവും കിട്ടില്ല. ചില ആൾക്കാർ വിചാരിക്കും, ആ കാസറ്റ് ഒന്ന് 2 മണിക്കൂർ കണ്ടപ്പോ ഒരു നല്ല സമാധാനം ഉണ്ടാവും. എന്നിട്ട് ഇട്ട് കണ്ടപ്പോ അവനുള്ള സമാധാനവും പോയി. കാരണം അവന് ആലോചന കൂടി, അവന് ഫിക്ർ കൂടി. അതൊന്നും പരിഹാരമല്ല. അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയൊന്നുകൊണ്ട് മാത്രം തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ കോളിളക്കങ്ങൾ കടക്കം കിട്ടുന്നു. ഹൃദയത്തിന്റെ അളക്കവും അനക്കൊക്കെ യഥാർത്ഥമായിട്ടെന്ന് ശരിക്കും പിടിച്ചു നിൽക്കാൻ നിനക്ക് കരുത്ത് വേണോ, പടച്ചോനോർത്തോ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആ സമയത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇത്ര മഹത്വമുള്ള ഈ സമയത്തും ചില ചങ്ങായിമാര് ജനങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റും തസ്ബീഹും ഒക്കെ ചൊല്ലി ബറക്കത്ത് ആശിക്കേണ്ടുന്ന നേരത്തും നമ്മളെ ചില ചങ്ങായിമാര് പഠിപ്പിക്കുന്നത് എന്താണ്, അന്നേരത്തെ തന്നെ ചൊല്ലണമല്ലോ, സുബഹിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ചൊല്ലണം എന്നാ. ഇബ്ലീസിന്റെ പണി നോക്കണം നിങ്ങൾ. മനുഷ്യൻ ഏറ്റവും വിലപ്പെട്ട സമയം തട്ടിയെടുക്കാനാ നോക്കണത്. സുബഹി കഴിഞ്ഞിട്ട് ചെല്ലിയാലൊന്നും മഹത്വമല്ല, സൂര്യ ഉദിച്ചിട്ട് ചെല്ലിയാലൊന്നും മഹത്വമല്ല. പിന്നെന്താ, നാരിയ സലാത്ത് എന്നുള്ള സലാത്ത് ഉണ്ടല്ലോ, അത് സുബഹിന്റെ ശേഷം തന്നെ ചൊല്ലണം, അപ്പൊ തന്നെ ചൊല്ലണം. ഇല്ലാത്ത സലാത്താണ്, ഡ്യൂപ്ലിക്കേറ്റ് സലാത്താണ്. നമ്മളെ മുട്ടിപ്പടി സലാത്തുമാതിരി അത് ഡ്യൂപ്ലിക്കേറ്റ് സലാത്താണ്. ലക്ഷങ്ങൾ വാരാൻ വേണ്ടി ഉണ്ടാക്കിയ സലാത്തുകളാണ്. എന്തിനാ? നാരിയ സലാത്ത്. സുബഹിക്ക് ശേഷം 40 തവണ ചൊല്ലിയാൽ വിസ അടിക്കാത്തവന് ഉടനെ വിസ അടിച്ചു കിട്ടും ഇമിഗ്രേഷനിൽ നിന്നാ പറയുന്നത് വലിയമാര്. നോക്കണം നിങ്ങൾ, വിസ അടിക്കാനുള്ള സ്ഥലത്താണ്. ഏത് ആവശ്യമുണ്ടോ ആ ആവശ്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ 40 വട്ടം ചൊല്ലുക. ഈ 40 വട്ടം ഒരു പണിയില്ലെങ്കിൽ, പണിയൊക്കെ കുറച്ച് തിരക്കുള്ളവനാ പോയി 40 വട്ടം. ജോലിയൊക്കെ കിട്ടാതെ അങ്ങനെ വിസിറ്റ് വിസിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വയന്ന് നടക്കണവനാണെങ്കിലോ, എന്നാ ഇവനെന്താ വേണ്ടത്? 4444 വട്ടം. ഓന് പിന്നെ അതന്നെ തൊഴിൽ. ഓനാ നാരിയ സ്വലാത്തിന്റെ വിസക്ക് ഇറങ്ങിയവനാണ്. അതന്നെ ഓന്റെ പരിപാടി. ഓനെ കൊണ്ട് മൂല്യന്മാർ ഇതങ്ങനെ ചെല്ലിക്കണം. അപ്പൊ ഈ സാധു ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ ഓടണുണ്ടാവും ജോലിക്ക് വേണ്ടിയിട്ട്. അതിന്റെ അടിയിൽ ഒരു ജോലി കിട്ടിയാ മൂല്യർ ഇങ്ങനെ പതുക്കെ പിന്നാലെ കൂടിയിട്ട് പറയും, എടാ 4444 ശതമാനം അങ്ങോട്ട് എടുക്ക്. ഇപ്പൊ കിട്ടിയത് എന്റെ 4444 കൊണ്ടാണ്. ഈ പാവത്തെ പറ്റിക്കുക, അവന്റെ ഈമാനും പോക്കച്ചടിക്കുക, അവന്റെ പണവും പോക്കച്ചടിക്കുക. ഈ നാരിയ സലാത്ത് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമില്ല. ഇതാര് പഠിപ്പിച്ചതാ? വലിയ കാര്യമായിട്ട് ആനത്തലായിട്ട് കൊണ്ടുനടക്കുക നാരിയ സലാത്ത്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദനാ മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. അവിടുന്ന് അങ്ങോട്ടുള്ള അതിന്റെ ആശയങ്ങൾ ഇസ്ലാമികമല്ല. അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അതിന്റെ ആശയങ്ങൾ ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ലാതെയാകുന്നത്. തൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു എന്നിങ്ങനെ തുടങ്ങിക്കൊണ്ട് പറയുന്നു.
വിശദമായി അതൊക്കെ നമ്മൾ മുമ്പത്തെ അവസരങ്ങളിൽ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവർത്തിക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്വലാത്ത് ഇത് പറയുമ്പോഴാ ചില ആൾക്കാർ വരെ കണ്ടോ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വഹാബി മൗലവിക്ക് അലർജിയാണ്. ഒരു അലർജിയില്ല, ഒരു മനം പറ്റലുമില്ല. ഒറിജിനൽ സ്വലാത്ത് കേൾക്കുമ്പോ ഇവർക്ക് അലർജി മനം പറ്റലും. മുത്തുനബി പഠിപ്പിച്ച സ്വലാത്തില്ലേ, ഒരു സംശയമില്ലാത്ത സ്വലാത്തില്ലേ, ഏതാ? മുത്തുനബിയുടെ തിരുനാവ് കൊണ്ട് പഠിപ്പിച്ചു. ഖൂലൂ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. 7 വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 7 രൂപങ്ങളുണ്ട്. ആ 7 രൂപത്തിലും സഹീഹായ ഒറ്റ രൂപത്തിലും ഇവർ ഈ ചൊല്ലുന്ന നാരിയ സലാത്ത് എന്ന് പറയുന്ന സാധനയെ കാണൂല. പിന്നെ ആരേതുണ്ടാക്കി? ഏതെങ്കിലും ഒരാൾക്ക് അയാളുടെ കാലത്ത് അയാളൊന്നാണ് ഉണ്ടാക്കുക, എന്നിട്ട് അയാൾ തന്നെ പോരിശയും പറയാ, അയാൾ തന്നെ ഒരു ബ്രാൻഡ് നിർമ്മിക്കുക, ഒരു പ്രോഡക്റ്റ്, എന്നിട്ട് അയാൾ തന്നെ അതിന്റെ മഹത്വം അങ്ങനെ പറയാ. അത് ഇസ്ലാമിക മാർക്കറ്റിൽ ചെലവാക്കാൻ പറ്റൂല എന്നാ നമ്മൾ പറയുന്നത്. ഇസ്ലാമിക മാർക്കറ്റിൽ ചെലവാകുന്ന പ്രൊഡക്റ്റിന്റെ അതിനുള്ള ഏറ്റവും വലിയ സീലെന്താ? അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീല് വേണം. അതാ റസൂലുള്ളാഹിയുടെ സീല് വേണം എന്ന് പറയുന്നത്. അതില്ലാത്ത എന്താരുണ്ടാക്കിയാലും അത് ചൊല്ലിയിട്ട് ഇന്ന ആളുടെ വാദത്തിന്ന് കുഴഞ്ഞൽ മാറിയെന്നോ വിസ കിട്ടിയെന്നോ പറഞ്ഞാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനോളം യാതൊന്നും എത്തുകയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിലപ്പെട്ട സുബഹിയുടെ സമയത്തിൽ അനാചാരങ്ങൾ ചൊല്ലാനും ചില ഉമ്മാമാരൊക്കെ ഇങ്ങനെ നിസ്കാരപ്പായി തന്നെ ഇരിക്കും. പാവങ്ങള് പരലോകത്ത് ഉദ്ദേശിച്ചായിരിക്കണത്. പക്ഷെ ഈ മോര്യന്മാർ അവരെ പറ്റിച്ചതാ. എന്നിട്ട് കൊടുക്കണതോ 15 വക ഏട്, 33 വക ഏട്, 333 വക ഏട്. അതിൽ നാരിയ സലാത്ത്, കമാലിയ സലാത്ത്, താജു സലാത്ത്, അതേപോലെ തന്നെ കെഞ്ചുള്ള ഋഷി, ജൽജലൂത്ത് ബൈത്ത്, ഇതൊക്കെ അങ്ങനെ ചൊല്ലിയാണ് നേരം മുഴക്കോളം. എന്നിട്ട് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നിസ്കാരപ്പായിരുന്നും കണ്ട്. ഇത് മനുഷ്യനെ കൊണ്ട് ഇല്ലാത്തൊരു ചെയ്യിക്കലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേതോ സ്വഹാബിമാർക്ക് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത് സ്വഹാബത്ത് നമുക്ക് കൈമാറി തന്നുപോയ ദിക്റുകൾ തന്നെ ചൊല്ലിയാൽ തീരാത്തത്രയുണ്ട്. പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇഷ്ടം പോലെ ചൊല്ലാം. എണ്ണവും കണക്കും പറഞ്ഞത് എണ്ണവും കണക്കും വെച്ച് ചൊല്ലുക. എണ്ണവും കണക്കും പറയാതെ വിട്ടത് നമ്മൾ എണ്ണവും കണക്കും നിശ്ചയിക്കാത്തത്ര ചൊല്ലുക. മഹത്വം പടച്ചതമ്പുരാൻ നൽകുന്നതാണ്. അതല്ലാതെ സമൂഹത്തിലുള്ള ഈ ഡ്യൂപ്ലിക്കറ്റുകളെ സൂക്ഷിക്കുക. ഡ്യൂപ്ലിക്കറ്റിനെ എതിർക്കുമ്പോ ചിലർ പറയണ അത് ഒറിജിനലിനെ എതിർക്കുകയാണ്. കള്ള ഡോക്ടർമാരെ കുറിച്ച് എതിർത്ത് പ്രസംഗിക്കുമ്പോ ഒരുത്തം പറയണത് കണ്ടോ ഇയാള് നല്ല ഡോക്ടർമാരൊക്കെ എതിർക്കണെന്ന് പറയും പോലെയാണ്. ഇപ്പോ നമ്മൾ കള്ളസലാത്തിനെയും കള്ളദിക്കറിനെയൊക്കെ എതിർക്കുമ്പോ മൗലവിമാര് പറയണത് കണ്ടോ ഒരു സലാത്തിനെയും ദിക്കറിനും എതിരാളികളാണ്. ആ വസ്തുത എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഒറ്റ ദുആ എന്ന് പറഞ്ഞു തന്നിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന് എല്ലാ സുബഹിയുടെയും ശേഷം നിങ്ങൾ പറയണം. 3 പ്രാവശ്യം പറയണം. അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് മഹത്വം ലഭിക്കും. അതേപോലെ തന്നെ നാം ഉള്ള ദിക്റുകളും ദുആകളും ഒക്കെ പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനിയും നമുക്ക് വ്യത്യസ്ത അവസരങ്ങളിൽ നിർവഹിക്കാനുള്ള ദുആകളും ദിക്റുകളെയും സംബന്ധിച്ച് പറയണം, അത് വിശദീകരിക്കണം. നിങ്ങളെല്ലാവരും ഒരു ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പടച്ചതമ്പുരാന്റെ മഹനീയമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സർവശക്തനായ പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദീനിന്റെ വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുവാനുള്ള സർവ്വ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവൃത്തികളിലും ഖൈറും ബർക്കത്തും നൽകിയവൻ നമുക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ജോലിയില്ലാത്ത സുഹൃത്തുക്കൾക്ക് അല്ലാഹു അർഹമായ ജോലി നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹൃത്തുക്കളെ, ഒരു മിനിറ്റ് ഒരു കാര്യം പറയുകയാണ്. ഇപ്പൊ നിങ്ങളിവിടെ തുടക്കത്തിൽ കേട്ടുകഴിഞ്ഞു, ഒരു കാസറ്റ് ഇവിടെ ഇട്ടിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഈ സെപ്റ്റംബർ 5-ാം തീയതി മണ്ണാർക്കാട് വെച്ച് നടന്ന ഒരു വാദപ്രതിവാദത്തിന്റെ കാസറ്റാണ്. അതെന്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ ഒരു റൂമിൽ ഒന്നെങ്കിലും വാങ്ങിയിട്ട് എല്ലാവരും കേൾക്കണം. നിങ്ങൾ കേൾക്കുക മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. ഇവരുടെ കൊമ്പന്മാരായ നാട്ടിലിങ്ങനെ ഈ ശിർക്കും ബിദഅത്തും പ്രചരിപ്പിക്കുന്ന ആളുകളെ അവരുമായി നടത്തിയ മുഖാമുഖ ചർച്ച അഥവാ വാദപ്രതിവാദം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇതിന്റെ മോഡൽ ഇട്ടിരുന്നു. പിന്നെ പണ്ഡിതന്മാര് തെളിവുകൾ മാറ്റുരക്കുന്ന ആ ഒരു സന്ദർഭം ഓരോരുത്തർക്ക് വിലയിരുത്താം. ആരും അതിനെപ്പറ്റി ആര് തോറ്റു ആര് ജയിച്ചു നിങ്ങൾ വിലയിരുത്താം. തോൽവിയും വിജയമല്ല, പ്രമാണങ്ങൾ ആര് ഉദ്ധരിക്കുന്നു, എന്താണ് വസ്തുത. ഷിർക്കിന്റെയും തൗഹീദിന്റെയും വിഷയമാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണെന്ന മുജാഹിദ് പക്ഷം അല്ല, അതാണ് തൗഹീദ് എന്ന് മറുപക്ഷം. ആ വാദത്തിന്റെ ബലാബലമുള്ള ചർച്ചയാണ് നടന്നത്. മണ്ണാർക്കാട് 6 മണിക്കൂറോളം നടന്നു. അതിന്റെ 5 വീഡിയോ CD ഇവിടെ വിൽപ്പനക്കുണ്ട്. നിങ്ങൾ എല്ലാവരും അത് വാങ്ങണം. എല്ലാവർക്കും വാങ്ങാൻ കഴിയില്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെങ്കിലും വാങ്ങിയിട്ട് നിങ്ങളത് കണ്ട് കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം അതിലൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഉത്തരം മുട്ടിക്കലോ ഇതൊന്നുമില്ല. ഇവരുടെ കപട മുഖം ഇങ്ങനെ അടർന്നു വീഴുന്നത് കാണാം. സമൂഹത്തിന്റെ മുമ്പിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് തെളിവുകൾ ഉദ്ധരിക്കാൻ കഴിയുന്നില്ല എന്ന വ്യക്തമായ പച്ചപരമാർത്ഥം നമുക്കതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുണർത്തുകയാണ്. എന്തിനു വേണ്ടി? ഇത് തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി, തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി. പക്ഷെ അവരിപ്പോഴും പറയുന്നു ഞങ്ങളാണ് ജയിച്ചത്. എത്രത്തോളം പരിപാടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ മിഠായി വിതരണം നടത്തി ജാള്യത മറക്കാൻ, പ്രകടനം നടത്തി സിന്ദാബാദ് വിളിച്ചു. എന്തേ? അന്നും പറഞ്ഞു പണ്ഡിതന്മാരവരോട്, നിങ്ങളിവിടെ സിന്ദാബാദ് വിളിച്ചാലും കാര്യമില്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാസറ്റ് കണ്ടിട്ടത് വിലയിരുത്തും, അതിൽ നിങ്ങളെ സിന്ദാബാദ് കാണൂലല്ലോ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ കാണുക, വിലയിരുത്തുക, വിഷയം പഠിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സുമൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് ചെലവഴിക്കാൻ നമുക്കെല്ലാം സർവ്വ അനുഗ്രഹങ്ങളും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നിത്യജീവിതത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ചും പ്രകീർത്തനങ്ങളെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ക്ലാസ്സിലൂടെ സുബഹി നമസ്കാരത്തിന്റെ ശേഷം നമ്മുടെ ആ പ്രഭാതത്തിൽ നാം പറയേണ്ടുന്ന അതിമഹത്തരമായ ഒരു തസ്ബീഹിനെ സംബന്ധിച്ചായിരുന്നു സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ദിനേന നാം അത്
പറയാറുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ രാത്രികൾ പ്രഭാത സമയത്തുള്ള പ്രത്യേക പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെയായി ഉണർത്തിയത്. നമ്മുടെ രാവുകൾ, രാത്രികളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന പല പ്രധാന പ്രാർത്ഥനകളും ദിക്റുകളും പാരായണങ്ങളും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി നമ്മൾ അത് കേട്ടവരുമാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഉത്ബോധനങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അറിയുന്ന കാര്യം തന്നെ മനുഷ്യൻ അവന്റെ ഉദാസീനത കൊണ്ട്, അലസത കൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ നിർവഹിക്കാതെ മാറ്റി നിർത്തുമ്പോൾ, കുറെ കേൾക്കുമ്പോൾ മനുഷ്യൻ അത് ശ്രദ്ധിക്കാനും അത് തന്റെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രദ്ധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചില കാര്യങ്ങൾ എന്റെ ശ്രോതാക്കളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു മുസ്ലിം വീട്, ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം എപ്പോഴും നിലനിർത്തേണ്ടുന്ന ഭവനമാണ്. അത് നമ്മുടെ ഉണർച്ചയിലും നമ്മുടെ ഉറക്കത്തിലും ഒക്കെ അത് ആവശ്യമാണ്. ഉറക്ക് എന്ന് പറയുന്ന ആ മഹാപ്രതിഭാസം എന്താണ് എന്ന് ഇന്ന് വരെ നിർവചിക്കാൻ ഒരാളെ കൊണ്ടും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എന്താണ് ഉറക്ക് എന്ന് ചോദിച്ചാൽ ഒരു നിർവചനം പറയാൻ ആർക്ക് കഴിയും? അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഏതവസരത്തിലാണ് ഉറങ്ങുന്നത് ഒരാൾക്കും പറയാൻ കഴിയൂല. ഞാൻ ഇന്നലെ ഇന്ന സമയത്താണ് ഉറങ്ങിയത് എന്ന് കൃത്യമായി ആർക്ക് പറയാൻ സാധിക്കും? നമ്മൾ പറയും ഞാൻ ഇന്നലെ 11 മണിക്ക് ഉറങ്ങി, 11:30 ഉറങ്ങിയതൊക്കെ ശരിയായിരിക്കില്ല. കൃത്യമായി ഏത് സെക്കൻഡിലാണ്, ഏത് സമയത്താണ് നമ്മൾ ഉറക്കിലേക്ക് എത്തിയത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അപ്പൊ ഉറക്ക് എന്ന് പറയുന്നത് ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഒരു ചെറിയ മരണമാണ്. ഉറങ്ങാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പുകൾ വരെ ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന അവസരങ്ങളിൽ ആ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ചില സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന ചില പ്രത്യേക പ്രാർത്ഥനാ വാചകങ്ങൾ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ചില പ്രത്യേകമായ ദിക്റുകളിലൂടെ പ്രകീർത്തിക്കേണ്ടതുണ്ട്, സ്തുതിക്കേണ്ടതുണ്ട്, മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ധാരാളം സംഗതികളുണ്ട് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവൻ ശ്രദ്ധിക്കാൻ. ഇന്ന് മുസ്ലിം വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പലപ്പോഴും ഇസ്ലാമികമായ ഒരന്തരീക്ഷമല്ല, ഒരു ഇസ്ലാമികമായ ഒരു സമ്പ്രദായമല്ല പലപ്പോഴും എന്ന് പലരും പരിതപിക്കാറുണ്ട്. കുറെയൊക്കെ അതിൽ ശരിയുണ്ട്. പലരുടെയും വീടുകളിൽ നിന്ന് ഇന്ന് കൈയടക്കിയിരിക്കുന്നത് ഗാനങ്ങളും അതുപോലെയുള്ള സീരിയലുകളുടെയും സിനിമകളുടെയും പ്രത്യേകമായ പരമ്പരകളാണ്. ഒരു മുസ്ലിം അവന്റെ ഒരു ദിവസം അവസാനിച്ചു കഴിയുമ്പോൾ ഉറക്കത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന അവസരത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളും സൂറത്തുകളും ഒക്കെ അവൻ പാരായണം ചെയ്യണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതിലൂടെ എന്ത് മനസ്സിലായി? ഒരു മുസ്ലിം ഭവനത്തിൽ, ഒരു മുസ്ലിമിന്റെ വീട്ടിൽ, ഒരു മുസ്ലിം താമസിക്കുന്ന റൂമിൽ അവൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ ഏതാനും ആയത്തുകളുടെ സൂറത്തുകളുടെ ശബ്ദം, അതല്ലെങ്കിൽ ആ പ്രത്യേകമായ ഒരു അന്തരീക്ഷം അവന്റെ താമസ സ്ഥലത്തുണ്ടായിരിക്കണം.
എന്നത് ഇസ്ലാമിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇന്ന് നമ്മുടെ മുസ്ലിം വീടുകളിൽ, സാധാരണക്കാരായ പല ആളുകളുടെ വീടുകളിലും വിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്നത് പലപ്പോഴും ഒരു കിട്ടാക്കനിയായി മാറുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചറിഞ്ഞിട്ടുള്ള, ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ ഭവനങ്ങളിൽ അവർ വിശുദ്ധ ഖുർആൻ ഓതാൻ ശ്രദ്ധിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ആ നിലക്കുള്ള ഒരു ബന്ധങ്ങളുമില്ലാത്ത വീടുകളിൽ പണ്ടുണ്ടായിരുന്നത് മാലപ്പാട്ടുകളും മൗലീദുകളും ആ രൂപത്തിലുള്ള കീർത്തനങ്ങളുമായിരുന്നുവെങ്കിൽ ഇന്ന് അവരതിൽ നിന്നും മാറി സിനിമാ ഗാനങ്ങളിലേക്കും മറ്റുള്ള സംസ്കാരങ്ങളിലേക്കും സമ്പ്രദായങ്ങളിലേക്കും മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ? വീടുകളിൽ രാത്രികളിൽ മുഴങ്ങിക്കേൾക്കേണ്ടത് മാലപ്പാട്ടുകളല്ല, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് വീടുകളിൽ കേൾക്കേണ്ടത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ മാലപ്പാട്ടുകളും മൗലീദുകളും പാടുന്ന പരിപാടി നിർത്തിയിട്ട് ഖുർആനിലേക്ക് മടങ്ങി വരണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ആശയങ്ങളിലേക്ക് മടങ്ങി വരണം. ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും ആ സന്ദർഭങ്ങളിലുമൊക്കെ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണവും ഹദീസിൽ വന്ന പ്രാർത്ഥനകളും നിർവഹിക്കണം. അതല്ലാത്ത അടിസ്ഥാനരഹിതമായ പാട്ടുകളും കുപ്പിപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും കുറത്തിപ്പാട്ടുകളുമൊക്കെ ഒഴിച്ചു കളയണം, അവസാനിപ്പിക്കണം എന്ന് ഈ ജനതയുടെ മുമ്പാകെ ധാരാളം അധ്വാനം ചെലവഴിച്ചുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർക്ക് പറയേണ്ടി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ മാറ്റങ്ങൾ വന്നു. പക്ഷേ എന്നിട്ടും ഈ മാലപ്പാട്ടുകൾ പാടിയിരുന്ന ആളുകളുടെ വീടുകളിൽ നിന്ന് മാല പോയി എന്നതല്ലാതെ പകരം കയറി വന്നത് ആ രൂപത്തിലുള്ള ഇസ്ലാമികമല്ലാത്ത ഈ രൂപത്തിൽ ചാനലുകളിലൂടെ പ്രസരിക്കുന്ന പല സംഗീതങ്ങളും പലതുമായിരുന്നു. അതിനവർ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തെയാണ്. ഇസ്ലാഹി പ്രസ്ഥാനമാണത്രേ വീടുകളിൽ സിനിമാ ഗാനങ്ങൾ കയറ്റിയത്. മാലയും മൗലീദുമൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞ ആളുകൾക്കാണത്രേ ഈ ഉത്തരവാദിത്തം. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ പരിശോധിച്ചു നോക്കൂ. ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് മാലപ്പാട്ടുകളും മൗലിദുകളും ഒഴിവാക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഉരുവിടണം എന്ന് ജനങ്ങളെ മദ്രസകളിൽ വെച്ച് കുട്ടികളെ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളുടെയും മുമ്പിൽ ഉത്ബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഇപ്പോഴും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കൽ അവസാനിപ്പിച്ചിട്ടില്ല, തുടരുകയാണ്. എന്താ തെറ്റിദ്ധരിപ്പിക്കൽ? ഇവരാണ് വീടുകളിൽ ഇരുട്ട് പരത്തിയത് എന്നാണ് നമ്മെക്കുറിച്ചുള്ള ആരോപണം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ മുജാഹിദുകളാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ വഹാബികളാണ് മുസ്ലിം ഭവനങ്ങളിൽ ഇരുട്ട് പരത്തിയതത്രേ. അവിടെ വലിയ വെളിച്ചായിരുന്നു മുമ്പ് എന്നാണ്. എന്താ വെളിച്ചം? വിദ്യമാലിന്റെ വെളിച്ചം, നഫീസത്ത് മാലിന്റെ വെളിച്ചം, അതുപോലെ തന്നെ മൗലൂദിന്റെ വെളിച്ചം. ഈ മാലപ്പാട്ടും അതൊക്കെ ഉണ്ടായിരുന്ന ആ വെളിച്ചം കെടുത്തിയിട്ട് മുസ്ലിം വീടുകളിൽ ഇരുട്ട് പരത്തിയതിന്റെ ഉത്തരവാദിത്തം ഈ പരിഷ്കരണവാദികൾക്കാണ് എന്ന് യാതൊരു രൂപത്തിലുള്ള മനസ്സാക്ഷി കുത്തുമില്ലാതെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവം ഈ പ്രത്യേക സാഹചര്യത്തിലും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ കാണുന്ന മാസിക സുന്നി വോയിസ് മാസികയാണ്, സുന്നി വോയിസ് വാരികയാണ്. സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ ഉത്തരവാദിത്തത്തിൽ നടക്കുന്ന പൊന്മളക്കാരൻ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ചീഫ് എഡിറ്ററായിക്കൊണ്ട് നടത്തുന്ന ഈ മാസികയിൽ നടത്തുന്ന കള്ളപ്രചരണം നോക്കൂ നിങ്ങൾ. ഇതിന്റെ മുഖചട്ടയിൽ തന്നെ കാണാം ആ ലേഖനത്തിന്റെ പേര് മുസ്ലിം വീടുകളിൽ ഇരുട്ട് പരത്തിയതാര് എന്നാണ് ചോദ്യം. മുസ്ലിം വീടുകളിൽ ഇരുട്ട് പരത്തിയതാര്? എന്നിട്ട് കാരണങ്ങൾ കണ്ടെത്തുകയാണ്. പ്രധാനപ്പെട്ട കാരണം എന്താ? സബ് ഹെഡിംഗ് ആയിട്ട് കൊടുക്കണം, മാലമൗലീദുകളുടെ തിരോധാനം. മാലമൗലീദ് എടുത്തുപോയതാ വലിയ പ്രശ്നമായിരുന്നു. കേട്ടോളൂ നിങ്ങൾ. ഗൃഹാന്തരീക്ഷത്തിന് ഇസ്ലാമിക ഗന്ധം പകർന്നിരുന്ന പ്രധാന ഘടകങ്ങളാണ് ഖുർആൻ പാരായണവും മദ്ഹ് കീർത്തനങ്ങളും. ഖുർആൻ പാരായണം എന്ന് വെറുതെ പറയുന്നത് അതൊന്നും ഉണ്ടായില്ല വീടുകളിൽ. ഇതന്നെ ഉണ്ടായാലും മാലപ്പാട്ട്. സന്ധ്യാദീപം തെളിഞ്ഞാൽ
നിസ്കാരശേഷം ഖുർആനിന്റെയും മാലമൗലീദുകളുടെയും ശബ്ദവീജികൾ ഉയരാത്ത മുസ്ലിം വീടുകൾ ഉണ്ടായിരുന്നില്ല. വിശ്വാസദാർഢ്യതയുടെ ഹൃദയ താളം അതിൽ ലയം ചെയ്തിരുന്നു. നിശയിൽ നിന്ന് നിശീധിനിയിലേക്ക് നീണ്ടുപോകുന്ന മദ്ഹ് ഗീതികളും മാലപ്പാട്ടുകളും മുസ്ലിം വീടുകളെ അടയാളപ്പെടുത്തിയിരുന്ന നാട്ടക്കുറികളായിരുന്നു. ഒരു മുസ്ലിം വീടാണ് മനസ്സിലായിരുന്നത് മാലപാടിന് കേട്ടിട്ടാണ്. അങ്ങനത്തെ ഒരു കാലുണ്ടായിരുന്നു. തൽസ്ഥാനത്ത് ഇന്ന് സിനിമാറ്റിക് ഗാനങ്ങളും മെഗാ സീരിയലുകളുമാണ് ചേക്കേറിയിരിക്കുന്നത്. വ്യക്തിപൂജയും വീരാരാധനയും ആണെന്ന് പറഞ്ഞ് ശിർക്കിന്റെ താലി ചാർത്തി മാലമൗലീദുകളെ മുസ്ലിം മനസ്സുകളിൽ നിന്ന് കുടിയിറക്കി വിട്ടതിനാൽ വന്നുപെട്ട വൻ വിപത്താണ് അനിസ്ലാമികതയുടെ ഈ വേലിയേറ്റം. കേട്ടോ, മാലയും മൗലൂദൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞ് അതിനെ ശിർക്കിന്റെ താലി ചാർത്തിയത് കൊണ്ടാണ് ഈ അപകടം. സിനിമാറ്റിക് ഡാൻസും അതുപോലെ തന്നെ മെഗാ സീരിയലുകളൊക്കെ വീടുകളിലേക്ക് കയറി വന്നത് എന്നാണ് കണ്ടുപിടുത്തം. മുസ്ലിം വീടുകളുടെ ഇസ്ലാമിക ഛായക്കുമേൽ കരിതേച്ച് കറുപ്പിച്ചത് ചിലരുടെ സമനില തെറ്റിയ പരിഷ്കരണ ചിന്തയായിരുന്നു. ഇനി പറയുന്നത് നോക്കൂ. ഖുർആൻ പാരായണത്തിനും കീർത്തന കാവ്യങ്ങൾക്കും ഇലാഹി സ്മരണകൾക്കും ബദലായി നല്ലതെന്തെങ്കിലും സമർപ്പിക്കാൻ വിമർശകർക്ക് കഴിയാതെ വരികയും പ്രായേണ മുസ്ലിം വീടുകൾ സാംസ്കാരിക അപചയത്തിനും ധാർമ്മിക ധ്രുവീകരണത്തിനും പാത്രമാവുകയായിരുന്നു. എന്തായി പറഞ്ഞെന്നറിയോ? ഏതാ മാസിക? പുതിയതാണ്, ചൂടുള്ള ലക്കം. ഈ ലക്കം സെപ്റ്റംബർ 16-30 ഇപ്പൊ വാങ്ങിക്കൊണ്ടുവരുന്നതാണ്. അതിൽ നിന്ന് വായിച്ചപ്പോ കിട്ടിയതാണ് എന്തെന്നറിയോ? മുസ്ലിം വീടുകളിലൊക്കെ ഇരുട്ട് വരട്ടിയത് ഇസ്ലാഹി പ്രസ്ഥാനാണ്. എന്തേ? അവിടെ പണ്ട് നല്ല വെളിച്ചായിരുന്നു. എന്ത് ഇങ്ങനെ മാലിയും മൗലൂദൊക്കെ ചെല്ലിയിട്ട് പിന്നെ നമ്മളത് ശിർക്കാന്ന് പറഞ്ഞപ്പോ ആൾക്കാരതൊക്കെ ഒഴിവാക്കിയിട്ട് പകരം സിനിമാറ്റിക് ഡാൻസും മെഗാ സീരിയലുകളും പകരം വെച്ചു. അത് നിങ്ങളെ കൗമിനോടാ പറയേണ്ടത്, ഇസ്ലാഹി പ്രസ്ഥാനത്തോടല്ല പറയേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങളുടെ മാലിയും മൗലൂദും ശിർക്കാന്ന് പറഞ്ഞപ്പോ ഇവരെന്താ ഇപ്പൊ പരാതിപ്പെട്ടതെന്നറിയോ? ഇത് ശിർക്കാന്ന് പറഞ്ഞിട്ട് ഒരു ബദൽ സംവിധാനം ഇവർ കാണിച്ചു കൊടുത്തില്ല വിമർശകന്മാരിന്ന്. ആര് പറഞ്ഞു? ഇതാ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏർപ്പാടുകളൊക്കെ ഏതാണ്? നിങ്ങളുടെ മാലകളുടെയും മൗലീദുകളുടെയും കള്ളസലാത്തുകളുടെയും കള്ളദിക്റുകളുടെയും കള്ളക്കഥകളുടെയും ബദൽ ഇതാ വിശുദ്ധ ഖുർആൻ, ഇതാ റസൂലുള്ള പഠിപ്പിച്ച ദിക്ർ, ഇതാ റസൂൽ പഠിപ്പിച്ച സ്വലാത്ത്, ഇതാ മഹാന്മാര് ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമായി പഠിപ്പിച്ച ഇസ്ലാമികമായ ദിക്റുകൾ ഇതാ എന്ന ബദൽ തന്നെയാണ് ഈ അവതരിപ്പിക്കുന്നത്. അപ്പൊ ബദലൊന്നും അവതരിപ്പിക്കാനില്ലാത്തത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്തു? മാലിയും മൗലൂദും ഒഴിവാക്കിയിട്ട് സിനിമാറ്റിക് ഡാൻസും പാട്ടും മെഗാ സീരിയലുകളും ഒക്കെ കടമെടുത്തു. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗതികേട് വന്നിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞു, ഖുർആൻ പാരായണം വേണ്ടാന്ന് പറഞ്ഞില്ല, ഖുർആൻ പാരായണം വേണമെന്നാ പറഞ്ഞത്. ഇതിൽ നിങ്ങൾ നോക്കിയില്ലേ? ഇബ്ലീസിന്റെ ഒരു കൈക്രിയ ശ്രദ്ധിച്ചില്ലേ? മാലകളുടെയും മൗലീദുകളുടെയും പേര് പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ പാരായണമെന്നും ചേർത്ത് കൊടുത്തു. ആരാ അതിനെ വിമർശിച്ചത്? വീടുകളിൽ ഖുർആൻ പാരായണം ശിർക്കാണെന്ന് ആരാണ് വിമർശിച്ചത്? വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കലല്ലേ സുഹൃത്തുക്കളെ ഇത്? ഈ ലേഖനം വായിക്കുന്ന ഒരു മുസ്ലിം എന്ന് വിചാരിക്കും ഒരു സാധാരണക്കാരൻ, ഈ മുജാഹിദുകൾ വീടുകളിൽ വെച്ച് ഖുർആൻ പാരായണത്തിനും എതിരാണോ? മാലിയും മൗലൂദും ശിർക്കാണ്, അതിൽ തെറ്റുകളുണ്ട്, അത് അബദ്ധമാണ്, പാടാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ പാരായണവും വീട്ടിൽ പാടില്ലെന്ന് പറഞ്ഞ് വീടുകളിൽ ഇസ്ലാമികമായ അന്തരീക്ഷത്തെ കരിതേച്ച് അവിടങ്ങളിലേക്ക് അനിസ്ലാമികതകളെ കുടിയിരുത്തിയവരാണ് മുജാഹിദുകൾ എന്ന് പച്ചയായി ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, കളവ് പറയുന്നതിന് യാതൊരു ലജ്ജയുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇന്നും ഇവർക്ക് എഡിറ്റോറിയൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, പേനയുദ്ധിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ചൂടുള്ള, ഏറ്റവും ജീവിച്ചിരിക്കുന്ന വരികളാണ് സുഹൃത്തുക്കളെ ഇത്. മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ മഗ്രിബിന് ശേഷവും ഇശാഇന്റെ മുമ്പും ശേഷമൊക്കെ നിങ്ങൾ മാലപ്പാട്ടും കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും ഒക്കെ ഒഴിവാക്കി നേരെ മറിച്ച് ഖുർആൻ ഓതിക്കോളൂ എന്നാ ജനങ്ങളോട് പറഞ്ഞത്. ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദുആകളും ദിക്റുകളും ചൊല്ലിക്കോളൂ എന്നാണ് പറഞ്ഞത്. അതിലെന്ത് ശിർക്കാണ്? അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ പണ്ട് ചൊല്ലിയിരുന്നു. ഇത് പറയണ് മുസ്ലിം വീടുകളുടെ നാട്ടക്കുറിയായിരുന്നു. എന്ത് മുസ്ലിം വീടാണ് മനസ്സിലാക്കിയിരുന്നതെന്ന് മൊയ്തീൻ ശേഖനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം വീട്. അള്ളാഹനെ മാത്രം വിളിക്കുന്ന വീട് മുജാഹിദ് വീട്, മറ്റേ മുസ്ലിം വീടല്ല. ഈ നിലക്കൊക്കെ പല രൂപത്തിലുള്ള ആരോപണങ്ങൾ, പല രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ വിഷയത്തിന്റെ പ്രസക്തി ഏറുന്നത്. എന്താ പ്രസക്തി? എല്ലാം ഇല്ല എന്ന് പറയുകയല്ല, ബദൽ അവതരിപ്പിക്കാനുണ്ട്. ബിദ്അത്തുകൾക്ക് ബദൽ അവതരിപ്പിക്കാനുണ്ട്. ഇന്ന ബിദ്അത്തുകൾ ചെയ്യരുത്, ഇന്ന പാട്ട് പാടരുത്, ഇന്ന മാലകൾ പാരായണം ചെയ്യരുത്, ഇന്ന മൗലീദ് ഓതരുത് എന്നൊക്കെ പറയുമ്പോൾ
വെറും ഇല്ല, അരുത് അരുത് എന്ന് പറയുക മാത്രമല്ല, അരുതെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയിട്ടുള്ള അനിസ്ലാമികതകൾക്കൊക്കെ ബദൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിലുണ്ട്. കൂട്ടരെ, അതിലേക്ക് മടങ്ങി വരണം. ഖുർആനിലേക്കും ഹദീസിലേക്കും സ്വഹാബാക്കളുടെ നടപടിക്രമങ്ങളിലേക്കും മടങ്ങി വരണം എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരെ എഴുത്തുന്നുള്ളൊരു വിഷമം എന്താണെന്നറിയോ? പല വീടുകളിലും ആൾക്കാർ മാലയും മൗലിദൊക്കെ കൊണ്ട് ഒഴിവാക്കി. അവര് മുജാഹിദുകളായിട്ടല്ല, അവർക്ക് തന്നെ തോന്നിയതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒഴിവാക്കിയതിലുള്ള വിഷമം ഇതിൽ വല്ലാതെ കാണുന്നുണ്ട്. കാരണം എന്താ അറിയോ? ഇത് ഒരു വിഭാഗം ആളുകളുടെ, അവരെത്ര നിഷേധിച്ചാലും ഒരു വിഭാഗം ആളുകളുടെ ഒരു ഉപജീവന മാർഗം തന്നെയാണ് ഇപ്പോഴും മാലയും മൗലിദും. അതുകൊണ്ട് തന്നെ അതെടുത്തു പോവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്. അതിന് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നത് അവരുടെ മുഖ്യ അജണ്ടയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വെപ്രാളങ്ങളൊക്കെ അവരുടെ ലേഖനങ്ങളിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നാം വീണ്ടും ആവർത്തിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകളിൽ വെച്ച് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദിക്റുകളും ദുആകളും സ്വലാത്തുകളുമാണ് ഉരുവിടേണ്ടത്. അതിലപ്പുറമുള്ളത് ആരുണ്ടാക്കിയതാണെങ്കിലും മാറ്റിവെക്കുക എന്ന സന്ദേശം, അതാണ് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങളിലൂടെ, ക്ലാസുകളിലൂടെയൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് ഈ ഉള്ളവൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് ഉളു എടുക്കണം. അത് ഞാൻ ഹദീസ് വരുമ്പോ അവിടെ വിശദീകരിക്കാം. ഉളു എടുക്കണം. ഇത് നമ്മളൊക്കെ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യം. എന്താ സുഹൃത്തുക്കളെ അതിലൊരു വിഷമുള്ളത്? ഉറങ്ങാൻ പോകുമ്പോൾ ഒരു തയ്യാറെടുപ്പാണ് ഒരു മുസ്ലിമിന്. എന്ത്? ഉളുവോടുകൂടിയാവുക. നിസ്കാരത്തിന് ഉളുവെടുക്കും പോലെ പരിപൂർണമായ ഒരു ഉളുവെടുത്തുകൊണ്ട് പോയിട്ട് ഉറങ്ങാൻ കിടക്കുക. ചിലപ്പോ നമ്മളോട് ഇബ്ലീസ് നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കും, എന്ത്? ഇപ്പൊ ഉളൊന്നും എടുക്കണ്ട. കാരണം എന്താ? ഉളു എടുത്താൽ മുഖത്തൊക്കെ വെള്ളം നനയും. അതുപോലെ തന്നെ കൈകാലുകളിലൊക്കെ വെള്ളം തട്ടിയാൽ, സാധാരണ നമ്മൾ ഉറക്ക് പോകാൻ വേണ്ടിയാണല്ലോ തണുത്ത വെള്ളം കൊണ്ട് മുഖവും കയ്യും കാലും ഒക്കെ കഴുകാറുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നല്ല ഉറക്കിന്റെ ഒരു മൂഡ് വരുന്ന സമയമാണ്. ഇപ്പൊ ഉളു എടുത്തിട്ട് ആ നല്ല ഒരു മൂഡ് നീ നഷ്ടപ്പെടുത്തണ്ട, അതുകൊണ്ട് നേരെ പോയി ചൊവ്വേ അങ്ങ് കിടന്നോ എന്നൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചേക്കാം മറ്റേ മൂപ്പര്. അതുകൊണ്ട് അതിന് വഴങ്ങിക്കൊടുക്കാതെ സുഹൃത്തുക്കളെ, ഏത് സന്ദർഭത്തിലാണെങ്കിലും നമ്മൾ കഴിയുന്നത്ര ശ്രദ്ധിച്ചുകൊണ്ട് ഉളു എടുക്കുക. എന്താ ഉളു എടുക്കുമ്പോ നിയത്ത് ഉളു എടുക്കാന്ന് കരുതിയാ മതി. ഉളു പലതിനും പറ്റുന്നൊരു കാര്യമാണ്. അപ്പൊ ഉളു എടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണത്. ഉറങ്ങാൻ കിടക്കുന്ന നേരത്തിൽ ശുദ്ധിയായി കൊണ്ട് കിടക്കുക, ഉളുവോടുകൂടി കിടക്കുക. പിന്നെ ഉളു മുറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഉറങ്ങിയാ ഉളു പോകുന്നല്ലേ. പിന്നെ ഉളു മുറിഞ്ഞോട്ടെ, അതിന് നമ്മൾ ഉത്തരവാദികളല്ല. കിടക്കുന്ന നേരത്ത് നീ ഉളുവെടുക്കാൻ ശ്രദ്ധിച്ചോ, നിനക്കതിന്റെ മഹത്വം ലഭിക്കും. ഇനിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. എന്ത്? നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്തിന്റെ 3 സൂറത്തുകൾ. ചെറുപ്പം മുതലേ നമ്മളതൊക്കെ പഠിപ്പിക്കപ്പെട്ടവരാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പേരിൽ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ 2 വരി മുസഹഫിൽ കാണുന്ന ആ സൂറത്ത്. അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ ഫലഖ്. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് ആരംഭിക്കുന്ന സൂറത്തുൻ നാസ്. ആ 3 സൂറത്തുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രയാസമുള്ള നേരമാണെങ്കിലും, എത്ര ആരോഗ്യത്തിന് പ്രശ്നം വന്ന നേരത്താണെങ്കിലും അത് കൃത്യമായി ചൊല്ലിയിട്ടേ അവിടുന്ന് ഉറങ്ങാറുള്ളൂ എന്ന് സ്വഹീഹായ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു. റസൂലുള്ളാഹിയുടെ കൂടെ കഴിഞ്ഞവരാണല്ലോ പ്രിയപ്പെട്ട ഭാര്യമാര്. റസൂലുള്ളാഹിയുടെ ആ സമ്പ്രദായം അതാ അവർ പറയുന്നു. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ വാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി ثم نفث فيهما فقرأ قل هو الله أحد قل أعوذ برب الفلق وقل أعوذ برب الناس ثم يمسح بهما ما استطاع من جسده يبدأ بهما على رأسه ما قبل من جسده يفعل ذلك 3 مرات. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും എല്ലാ ഹദീസിന്റെ കിതാബുകളിലും നിസ്സംശയം നമുക്കിത് കാണാൻ സാധിക്കും. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടയില്ല. സ്വഹീഹായ ഹദീസാണ്. സുഹൃത്തുക്കളെ, എന്താ ഇതിൽ ചെയ്യാൻ പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ പതിവായിരുന്നു എന്നാ പറയുന്നത്. വിരിപ്പിലേക്കാണ്ട് ചെന്നാൽ
എല്ലാ രാത്രിയിലും അവർ കുല്ല ലൈലത്തിൽ എല്ലാ രാത്രിയിലും അവിടുന്ന് എന്ത് ചെയ്യാണ്? തന്റെ ഇരു കൈകളും ഇങ്ങ് കൂട്ടിപ്പിടിച്ചുകൊണ്ടതാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നോതുന്നു. അതുപോലെ തന്നെ അടുത്ത 2 സൂറത്തുകളും ഓതുന്നു. എന്നിട്ട് ആ കയ്യിൽ ഊതുന്നു. എന്നിട്ടതാ സുമ്മ യംസഹു ബിഹിമാ, ആ 2 കൈകളെ കൊണ്ടും റസൂലുള്ള തടവുന്നു. മസ്തതാഅ മിൻ ജസദിഹി, തന്റെ ശരീരത്തിൽ നിന്ന് കയ്യെത്താവുന്ന സ്ഥലത്തൊക്കെയും. തുടങ്ങുന്നത് എവിടെ നിന്നാണ്? യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹിഹി, ആ 2 കൈകളും കൊണ്ട് തടവൽ ആരംഭിക്കുന്നത് അലാ റഅസിഹി, തലയിൽ നിന്നാണ്. ആദ്യം തലയിൽ തടവും. അപ്പൊ കയ്യിൽ ഇങ്ങനെ ഊതിയിട്ട് ആ ഊതിയ കൈ, ഉദപ്പെട്ട കൈ കൊണ്ട് തലയിൽ തടവുന്നു. വവജ്ഹിഹി, മുഖത്തും. വമാ അഖ്ബല മിൻ ജസദിഹി, പിന്നെ ശരീരത്തിന്റെ മുൻഭാഗത്തും. അങ്ങനെ കയ്യെത്തുന്ന സ്ഥലത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തടവിയിരുന്നു. എത്ര തവണ ഈ സമ്പ്രദായം നിലനിർത്തി, എത്ര തവണ ചെയ്തിരുന്നു? യഫ്അലു ദാലിക 3 മർറാത്ത്, 3 പ്രാവശ്യം റസൂലുള്ളാഹി ഇത് നിർവഹിക്കാറുണ്ടായിരുന്നു. ആർക്കും ഇതിൽ പുതിയതൊന്നും പഠിക്കേണ്ടതില്ലല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാത്ത ഏത് സുഹൃത്തുക്കളാണ് നമ്മുടെ ശ്രോതാക്കളിലുള്ളത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് അറിയാത്ത ആരാ ഉള്ളത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് ആ സൂറത്ത് ചൊല്ലാൻ അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? പിന്നെ എന്തേ സുഹൃത്തുക്കളെ ഇതിനാവശ്യമുള്ളൂ? നമുക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി, വേണം എന്ന ചിന്തയുണ്ടായാൽ മതി. എത്ര സമയപ്പതിന് വേണ്ടി വരിക? നിങ്ങളൊന്ന് വാച്ചില് ആ സെക്കൻഡ് സൂചി ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇത് 3 സൂറത്തും കൂടെ 3 പ്രാവശ്യം പറയാം, 3 മിനിറ്റ് തികച്ചു വേണ്ട. 3 സൂറത്തും കൂടെ 3 പ്രാവശ്യം പറഞ്ഞിട്ട് അത് 3 തവണ ഇങ്ങനെ ശരീരത്തിൽ തടവാനും എല്ലാം കൂടി 3 മിനിറ്റ് തികച്ചു വരില്ല. ഒരു 2-2.5 മിനിറ്റ് മതിയാവുന്ന ഒരു സംഗതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കുകയാണ് നമ്മള്. നമുക്ക് തിരക്കായി, എല്ലാ വർത്താനത്തിനും നേരണ്ട്. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ആ മര്യാദകൾ പാലിക്കാൻ മാത്രം നമുക്ക് നേരല്ല. എന്തോ ഒരു താല്പര്യക്കുറവായി, അതിനിപ്പൊ നേരല്ല, ഉറക്കം വന്ന് വേഗം കിടക്കുക, ഉറങ്ങുക എന്നൊരവസ്ഥ. സുഹൃത്തുക്കളെ, നമ്മൾ കഴിയുന്നത്ര, നമ്മൾക്ക് ചില അവസരങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ വല്ലാതെ ക്ഷീണം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാലും പരമാവധി എല്ലാ അവസരങ്ങളിലും സുഹൃത്തുക്കളെ നമ്മൾ ഇത് ജീവിതത്തിൽ കൊണ്ടുവരണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതി പറയാണ്. അവിടുന്ന് രോഗിയായിരിക്കുന്ന അവസരത്തിൽ വരെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, പ്രവാചകൻ ഈ കാര്യത്തിൽ കാണിച്ച ശ്രദ്ധ, അവിടുന്ന് ഇതിൽ കാണിച്ച ഏറ്റവും വലിയ ജാഗ്രത, അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയട്ടെ, ഫലമ്മസ്തകാ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു അൻ നഫ്അല ദാലിക ബിഹി. റസൂലുള്ളാഹിക്ക് രോഗമായിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന ആ രോഗത്തിലായിരുന്ന അവസരത്തിൽ തന്റെ കൈകൊണ്ട് ശരീരത്തിൽ തടവാനോ അതല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായിട്ട് അതൊന്ന് ചൊല്ലിത്തീർക്കാനോ പോലുമുള്ള ആഫിയത്ത് നഷ്ടപ്പെട്ട അവസരത്തിൽ എന്നോടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ കൽപ്പിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയും, എനിക്ക് വേണ്ടി ആ സൂറത്തൊന്ന് ഓതാൻ. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് ഓതും. എന്നിട്ട് നബിന്റെ കൈ കൊണ്ടെന്നെ തടവും. കാരണം എന്താ? ആയിഷ ബീവിന്റെ കൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈയിന്റെ ബർക്കത്തില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ തടവുന്നത് റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് തന്നെ ആവട്ടെ. പക്ഷെ ഓതൽ ആര് നടത്തും? ആയിഷ റളിയല്ലാഹു തആല അൻഹ നടത്തുന്നു. റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ കൈ പിടിച്ചിട്ട് നബിയുടെ ശരീരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ തടവി കൊടുക്കും. ആ കൈയുടെ ബർക്കത്തിന് പ്രവാചകന്റെ ശരീരത്തിന് തന്നെയല്ലേ അതുള്ളൂ. ആ അടിസ്ഥാനത്തിൽ അപ്പോ ആ അസുഖമുള്ള നേരത്ത് പോലും പ്രവാചകനത് ഒഴിവാക്കാതെ എന്നെക്കൊണ്ട് വരെ അത് ചെയ്യിപ്പിക്കുകയുണ്ടായി, അത് പാരായണം ചെയ്യിപ്പിക്കുകയുണ്ടായി എന്ന് വരുമ്പോൾ സുഹൃത്തുക്കളെ, അപ്പൊ എത്രമാത്രം പ്രവാചകൻ അതിൽ ശ്രദ്ധിച്ചു. എന്തേ ഇതിന് ഇത്ര മഹത്വം? ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ ഈ 3 സൂറത്തുകൾ പറയുന്നതിലെ മഹത്വം എന്താ? മനുഷ്യനെ അവന്റെ അഖീദയിൽ അരക്കിത്തുറപ്പിക്കുകയാണ് ഒന്നാമത്തെ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. പടച്ച തമ്പുരാന്റെ ഏറ്റവും കറകളഞ്ഞ തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണത്. ആ സൂറത്തിന്റെ ആശയം തന്നെ അല്ലാഹു ആരാണെന്ന് ചോദിച്ചാൽ അതിന് നൽകാനുള്ള വ്യക്തമായ മറുപടിയാണ് ആ സൂറത്ത് മുഴുവൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നോക്കണം നിങ്ങൾ, ആ ആയത്തിൽ അല്ലെങ്കിൽ ആ സൂറത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്?
പടച്ചതമ്പുരാന്റെ അഹദിയത്ത്, അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്, അവൻ ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്. സ്വമദ് എന്ന് പറഞ്ഞാൽ അൽ മസ്മൂദു ഇലൈഹി ഫിൽ ഹവായിജി, മുഴുവൻ ആവശ്യക്കാരുടെയും ആവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന ശക്തിയാണ്, കേന്ദ്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അവനിലേക്ക് ആശ്രയിക്കേണ്ടവരാണ്. അവനോ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. അതാണല്ലോ അല്ലാഹു മനുഷ്യരാശിയെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെയും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഫഖീറുമാരാണ്. അല്ലാഹുവിനെ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും കഴിയില്ല. എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് നിവർത്തിച്ചു കിട്ടുന്നത് റബ്ബിൽ നിന്നാണ്. അല്ലയോ, അവൻ ഗനിയാണ്, അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല, അവൻ സ്വയം പര്യാപ്തനാണ്. അപ്പൊ പടച്ച തമ്പുരാന്റെ ഗുണങ്ങളാണ് ആ എടുത്തു പറയുന്നത്. അവൻ ഏകനാണ്, അവനെപ്പോലെ മറ്റൊരാളില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. അതിനിടക്ക് അല്ലാഹു തആലയുടെ പൂർണ്ണത പറഞ്ഞു. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവൻ ആരുടെയും മോനല്ല, ആരുടെയെങ്കിലും പിതാവുമല്ല. അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല എന്ന് ഒരു മനസ്സിൽ ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കേണ്ടുന്ന പച്ചയായ യാഥാർത്ഥ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കണിശമായ യാഥാർത്ഥ്യം പഠിപ്പിക്കുന്ന, നിഷ്കളങ്കമായ തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്തായതുകൊണ്ടാണ് അതിന് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്നാണ്. അത് മനുഷ്യൻ 3 തവണ പറയാണ് ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ്. അവന്റെ മനസ്സിൽ അള്ളാഹുവിന് തുല്യനായി, ഇനി അള്ളാഹിനെ പോലെ കണ്ടോ. ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം തുടങ്ങിയത് ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. ഏകനാന്ന് പറയുമ്പോൾ ഇനി ഏതെങ്കിലും കാര്യത്തിൽ വല്ല സൃഷ്ടികൾക്കും അവനോട് അവനെപ്പോലെ ഉണ്ടാവോ? എല്ലാ വിഷയത്തിലും ഇല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വിഷയത്തിലെങ്കിലും ഉണ്ടാവോ? ആ സംശയം വേണ്ട. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിക്കൊണ്ട് ഈക്വലായിക്കൊണ്ട് ഒരാളും തന്നെ ഇല്ല. അതിനാൽ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ, അള്ളാഹു കാണും പോലെ സൃഷ്ടികൾ